ഗോവിന്ദന്റെ അത്. ഇതിപ്പോ എങ്ങനെയാ ഞാൻ അവന് തിരിച്ചു കൊടുക്കുക? നാളെ ഇതേ കല്യാണത്തിന് ഇവിടെ കാണാൻ വേണ്ടി ഒരു പയ്യന്റെ വീട്ടുകാർ വരുന്നുണ്ട്. ദേ ഇവിടെ നോക്ക്, പിള്ളേര് രണ്ടുപേരും റെഡിയായൊന്ന് വേഗം പോയി നോക്ക്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ആരുടെയൊക്കെ കയ്യിൽ എത്രയൊക്കെ മോതിരങ്ങള് മാലകളുണ്ട് അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക വേഗം. എന്നിട്ട് ആ ലിസ്റ്റ് നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടായിരിക്കണം. പിള്ളേര് വീട്ടിൽ വന്ന ശേഷം അവരുടെ മാല, കയ്യിലുള്ള മോതിരങ്ങള് അതെല്ലാം ലിസ്റ്റ് പ്രകാരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. രണ്ടുപേർക്കും സാധനം സൂക്ഷിക്കുന്നതിൽ ഒരു ശ്രദ്ധയില്ല. എന്തേലൊക്കെ കളഞ്ഞിട്ട് പോരും അവിടുന്ന്. കളഞ്ഞിട്ട് വരാനായിട്ട് ഒരു കൊച്ചു പിള്ളേരൊന്നും അല്ലല്ലോ. മാത്രമല്ല അവർക്കറിയാവുന്നതല്ലേ, തിരിച്ചു വന്ന ശേഷം എല്ലാത്തിന്റെയും കണക്ക് നീ നോക്കൂന്ന്. അവരതൊക്കെ നോക്കിക്കോളും. അവരിപ്പോഴും കൊച്ചു പിള്ളേരായിരുന്നെങ്കിലേ പേടി കാരണം അതൊക്കെ സൂക്ഷിച്ചു തന്നെ വെച്ചേന്. ഇപ്പൊ അവരൊക്കെ വലുതായി പോയില്ലേ, പറഞ്ഞാലൊന്നും അനുസരിക്കൂല. അതുകൊണ്ടാ പിള്ളേരുടെ മേലൊരു കണ്ണ് വേണോന്ന് പറഞ്ഞ്. സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെ കണ്ട വല വീശി പിടിക്കാൻ വേണ്ടി പെമ്പിള്ളേര് ക്യൂ നിൽക്കുന്നുണ്ടാവും അവിടെ. നമ്മുടെ മക്കളെ നിങ്ങൾ വേണം സൂക്ഷിക്കാൻ. അങ്ങനെ അവന്മാരെ സംശയിക്കാൻ നിക്കല്ലേ കനകം. പെമ്പിള്ളാരെ തട്ടിക്കൊണ്ടുപോകുന്ന പോലെ ഇവരാര് കൊണ്ടുപോകാനാ? എന്തുകൊണ്ട് കൊണ്ടക്കൂടാ? നിറയെ കാശുള്ള കുടുംബത്തിലെ ചെറുക്കന്മാരാണ് അവര്. കാശിന് ആർത്തിയുള്ള കൊറേ പെമ്പിള്ളേരുണ്ടാവും അവിടെ. കല്യാണമൊന്നും ആവുന്നവരെ നമ്മള് തന്നെ വേണം അവരെ സൂക്ഷിക്കാൻ. എന്തോ അവര് നിന്റെ മക്കളായി ജനിച്ചോണ്ട് പെമ്പിള്ളാരുടെ അവസ്ഥയിലാ അതുങ്ങൾ ജീവിച്ചോണ്ടിരിക്കുന്നത്. ആ വെറുതെ വർത്താനം പറഞ്ഞ സമയം കളയാതെ ആ എണ്ണയുടെ ബോട്ടിലിന്റെ അടിയിലുള്ള ലിസ്റ്റ് ഇല്ലേ, അതിങ്ങോട്ട് എടുക്ക. ഇതെന്തിന്റെ ലിസ്റ്റാ? കൈയൊടിഞ്ഞ ഹരീന്ദ്രനാഥ്, കുരുടൻ ജഗന്നാഥൻ, കാട്ടുവാസി രാമനാഥൻ, കോഴിക്കടക്കാരൻ. ഇവന്റെ പേര് കൊള്ളാമല്ലോ, കോഴി രാജു, കള്ളൻ കുഞ്ഞപ്പൻ. ഇതാരാ? കൊള്ളാലോ. ലിസ്റ്റില് കള്ളന്മാരുണ്ടാ? അല്ല ഇതെല്ലാം ആരാ? അവരെല്ലാവരും നമ്മുടെ ഇന്ന് കാശ് വാങ്ങിച്ചു തരാത്തവരാ. ഈ കല്യാണത്തിന് എന്തായാലും വരും. ഈ ലിസ്റ്റ് കയ്യിൽ വെച്ചിട്ടേ അവരെ നോക്കിക്കൊണ്ടിരിക്കണം. കണ്ണിലെങ്ങാനും പെട്ട അപ്പ തന്നെ പിടിച്ചേക്ക്. 3-4 മാസായിട്ട് ആരും തന്നെ പലിശ തരാതെ ഇങ്ങനെ മുങ്ങി നടക്കുക. അവർ ഈ കല്യാണത്തിന് വരൂന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ ഇത്? കല്യാണത്തിനിടയിലും പലിശയോ? അതിരിക്കട്ടെ, ഈ കള്ളനൊക്കെ എന്തിനാ പലിശക്ക് കൊടുത്തിരിക്കുന്നേ? കള്ളനോ? അതാരത്? കണ്ടില്ലേ, ഇതില് കള്ളൻ കുഞ്ഞപ്പന് പേരെഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതവന്റെ ചെല്ലപ്പേരാണ് എന്റെ മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെല്ലപ്പേരിടോ? ശരി, നിങ്ങൾ അതൊക്കെ വിട്. ആദ്യം ഈ പട്ടുസാരി എനിക്ക് എങ്ങനെയുണ്ടെന്ന് പറ. ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എടുത്തോണ്ട് വന്നതാ. എന്തോ ഈ കല്യാണത്തിന് വേണ്ടി നീ സ്പെഷ്യലായിട്ട് വാങ്ങിയ പോലെയാണല്ലോ പറയുന്നേ. ഈ ഉടുത്തിരിക്കുന്ന പട്ടുസാരിയും പലിശ ഇനത്തിൽ വന്ന് കയറിയതല്ലേ? അല്ല, ഈ പട്ടുസാരിയൊക്കെ ആരെങ്കിലും പലിശയായിട്ട് മേടിക്കോ കനകം? എനിക്ക് വാങ്ങിച്ചു തന്നില്ലേലും കുഴപ്പമില്ല, നിനക്കായിട്ടെങ്കിലും 4 സാരി വാങ്ങിച്ചൂടെ? നിങ്ങൾ വാങ്ങിച്ചു തരൂ? ഞാനെങ്ങനെ വാങ്ങി തരാനാ? എന്റെ കയ്യിലേക്ക് നീ 1 രൂപയെങ്കിലും എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ? സമ്പാദിച്ച കാശുണ്ടാവുമല്ലോ, അതിന് നിങ്ങളുടെ എങ്ങനെ കാശുണ്ടാവാനാ? 5 പൈസ ഉണ്ടാക്കാനുള്ള കഴിവില്ല, എന്നാ വർത്താനത്തിനൊരു കുറവുമില്ല. നീ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയിട്ട് എന്തിനാ കനകം? സമ്പാദിക്കുന്ന പണം നീ നിന്റെ ആവശ്യത്തിന് പോലും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ സമ്പാദിച്ചിട്ട് എന്തിനാ? അല്ലല്ലേ നിങ്ങൾക്ക് കാശ് ചെലവാക്കാൻ മാത്രമല്ല അറിയുള്ളൂ. ഇതൊക്കെ സമ്പാദിക്കുന്നത് എങ്ങനെയാന്ന് വല്ല ഐഡിയ ഉണ്ടോ? കിട്ടുന്ന കാശ് കൂട്ടിക്കൂട്ടി വച്ചില്ലെങ്കിലേ പിന്നെ അതെങ്ങനെ കോടിയായി തീരും. ഏക്കർ കണക്കിന് ഭൂമി എങ്ങനെ വാങ്ങിച്ചു കൂട്ടും? അങ്ങനെ സമ്പാദിക്കുന്നതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഈ നാട്ടിലുള്ള ആളുകൾ നിന്നെപ്പറ്റി എന്താ പറയുന്നതെന്ന് നിനക്കറിയോ? നീ ഈ നാട് മുഴുവൻ കൊള്ളയടിക്കുന്നു എന്നാ അവര് പറയുന്നേ. കനകം, ഇനിയെങ്കിലും ഈ സമ്പാദിക്കുന്നത് നിർത്തിയിട്ട് സമ്പാദിച്ചത് അനുഭവിക്കാൻ നോക്ക്. ബാക്കിയുള്ള ജീവിതങ്ങളിൽ സന്തോഷമായിട്ട് ജീവിക്കാലോ. അല്ല, ഇപ്പൊ ഞാൻ എന്താ കരഞ്ഞോണ്ടാണോ ജീവിക്കുന്നത്? എല്ലാത്തിനും എന്നെ എന്തിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ സന്തോഷമായിട്ട് എന്നെ ജീവിക്കുന്നത്. എന്നെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടണ്ട. അതല്ല കനകം, ഈ പലിശയ്ക്ക് കൊടുപ്പും പണയത്തിനെടുപ്പും എല്ലാം നിർത്തിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യാലോ. ഇപ്പയുള്ള ബിസിനസിന് എന്താ മനുഷ്യ കുഴപ്പം? പലിശയ്ക്ക് കൊടുക്കുന്നത് ഒരു ബിസിനസ് തന്നെയാ. അങ്ങനെയല്ല കനകം, നാട്ടിലിരിക്കുന്ന ആളുകളുടെ എല്ലാം പണയത്തിൽ വാങ്ങിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിലേ നല്ലത് നമ്മള് വേറെന്തെങ്കിലും ചെയ്യുന്നതല്ലേ. ഇങ്ങനെ പലിശ വാങ്ങുന്നത് അത്ര ശരിയല്ല. പലിശയെ കുറിച്ച് നിങ്ങൾ വലിയ വർത്താനം പറയണ്ട. അങ്ങനെ നോക്കുകയാണെങ്കില് നിങ്ങൾ എനിക്ക് കിട്ടിയത് പലിശ വഴിയാ. എന്താ
എന്റെ കഴുത്തിൽ നിങ്ങൾ എങ്ങനെ താലി കെട്ടിയെന്ന് മറന്നുപോയോ? നിങ്ങളുടെ അമ്മേ നിങ്ങളുടെ സഹോദരിമാരുടെ കല്യാണത്തിന് വേണ്ടി എന്റെ അമ്മയുടെ അടുത്തുനിന്ന് ലക്ഷക്കണക്കിന് കാശ് കടം വാങ്ങിച്ചു. ആ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ, ഒരു വഴിയില്ലാതെ വന്നപ്പോ നിങ്ങളുടെ അമ്മയുടെ അടുത്തുനിന്ന് കാശ് വസൂലാക്കാൻ വേണ്ടി ഒരടിമയെ പോലെ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാ. ആ പ്രായത്തിൽ എനിക്കൊരു ബുദ്ധിയും ഇല്ലായിരുന്നല്ലോ. ആ ബുദ്ധിമോശത്തിന്റെ ഫല ആ സമയത്ത് പാവല്ലേ നോർത്ത് മനസ്സലിവ് തോന്നിയതാ. പിന്നെ പയ്യെ പയ്യെ എന്റെ ജീവിതത്തിലേക്ക് വന്നു. എന്റെ കഴുത്തില് താലിയും കെട്ടി. പഴയതൊന്നും മറന്നിട്ടില്ല. ഇപ്പൊ എന്തെന്നിട്ടൊരു പുതിയ കഥയായിട്ടുള്ള വരവ്. ആദ്യം ആ ലിസ്റ്റിലുള്ള ആളുകളുടെ പേരുകളൊക്കെ ഒന്ന് നോക്കും. ഇതെങ്ങനെയുണ്ട് എന്നിട്ട്? ഈ സാരി എടുത്ത് മാലയൊക്കെ ഇട്ടപ്പോ സുന്ദരിയായിട്ടുണ്ടല്ലേ? എല്ലാവരുടെയും കണ്ണില് സുന്ദരിയായിരിക്കണം. നിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. നിനക്കാണെങ്കിൽ ആരെ ഇഷ്ടമല്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. ഈ മാലയൊക്കെ എങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ നിന്നെ കണ്ട മഹാലക്ഷ്മിനെ പോലെയാ. എത്ര നാളായെന്നറിയോ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട്? താങ്ക്സ്. പണ്ടിവളെ പ്രേമിക്കാതെ എങ്ങോടെങ്കിലും ഓടിപ്പോയിരുന്നെങ്കിൽ ഞാൻ എന്ന് രക്ഷപ്പെട്ടാനെ. ഇപ്പൊ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു. പെട്ടുപോയില്ലേ, എന്ത് ചെയ്യും? ഇതൊക്കെ വിധിയാ. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരാനായിരിക്കും. തിരുമേനി, ഇതൊക്കെ ഒന്ന് വേഗം റെഡിയാക്ക് മോളെ. ഇനി എന്തോരം ജോലി ബാക്കിയുണ്ട്. എടി ഗീത, ഇതെന്ത് വേഷമാ ഇത്? കല്യാണം കൂടാൻ വന്നതാന്ന് അറിയില്ലേ നിനക്ക്? ഇതൊരുമാതിരി വീട്ടിൽ നിൽക്കുന്ന വേഷം പോലെ ഉണ്ടല്ലോ. ഈ ഡ്രസ്സ് മാറ്റി നിനക്ക് ധാവണി എടുത്തോണ്ട് വന്നൂടെ? റെഡിയാവാൻ പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ, നിനക്ക് കേൾക്കാൻ പറ്റില്ലേ? പിന്നെ ഈ ഡ്രസ്സ് തന്നെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുക. ഞാൻ പറയുന്നത് ഒട്ടും കേൾക്കാൻ പറ്റില്ലേ നിനക്ക്? മര്യാദയ്ക്ക് പോയി ധാവണി എടുത്തിട്ട് വന്നേ. ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നേ? ഞാൻ വീട്ടിലാണോ പുറത്താണോന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ അമ്മയാണേലോ കല്യാണ മണ്ഡപത്തിലാ നിക്കുന്നേന്നുള്ള ബോധമില്ലാതെ വീട്ടിലെ പോലെ പെരുമാറാ. ആദ്യം കുറച്ച് ശബ്ദം കുറയ്ക്കാമേ. എന്റെ ശബ്ദം ഇങ്ങനെ തന്നെയാ. തേനും പാലൊഴിച്ച് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. ഒരു കല്യാണ വീട്ടിലിടേണ്ട വേഷം നീ ഇട്ടിരിക്കുന്നേ. ഇത് മാറ്റി ധാവണി ഉടുക്ക്. പറഞ്ഞു തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ. മുഹൂർത്തത്തിന്റെ സമയമാകുമ്പോ ഞാൻ ധാവണി കൊടുത്ത് വന്നോളാം. അതിനു മുന്നേ ഒരുപാട് ജോലി ചെയ്യാനില്ലേ? ജോലി ചെയ്യുന്നതും ഡ്രസ്സും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ധാവണിയൊക്കെ കൊടുത്ത് ഓടി നടന്ന ഒരുപാട് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അമ്മേ. ഈ ഡ്രസ് ഇട്ടിട്ടാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഈ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാറ്റിക്കോളാം. അമ്മ വെറുതെ ഇരിക്കും. എന്താടി നീ പൂർണിയെ നോക്ക്. അവളും ധാവണി എടുത്തോണ്ടല്ലേ ജോലിയൊക്കെ ചെയ്യുന്നേ. ഞാനും സാരി ഉടുത്തല്ലേ ഈ ജോലിയൊക്കെ ചെയ്യുന്നേ. ചേടാ, എല്ലാത്തിനും അങ്ങനെ കമ്പയർ ചെയ്യാണോ? നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയത് എനിക്ക് കംഫർട്ടബിൾ ആവണമെന്ന് നിർബന്ധമുണ്ടോ? എനിക്ക് ലൈറ്റ് ഡ്രസ്സാ ഇഷ്ടം. ഡ്രസ്സിന് വെയിറ്റ് ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും തറുതല പറയാൻ നീ മിടിക്കുക. മര്യാദക്ക് ഡ്രസ്സ് മാറിയിട്ട് വാ, പറയുന്ന കേക്ക്. എന്റെ പൊന്നമ്മ, എന്നെ ഒന്ന് വെറുതെ വിട്. ഒച്ച ഉണ്ടാക്കണ്ട, മാറ്റിക്കോളാം. കുറച്ചു നേരം ഒന്ന് സമാധാനപ്പെട്, അതിനുള്ളിൽ ജോലി തീർക്കാം. അയ്യയ്യോ, നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് നിർത്തുന്നുണ്ടോ? കൊച്ചു പിള്ളേരൊക്കെ തല്ലുപിടിക്കുന്ന പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തല്ലുപിടിക്കാൻ തുടങ്ങിയ ഈ ജോലിയൊക്കെ ആര് ചെയ്യും? നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം ബഹളം വെക്കുവാന്ന്. ഒച്ചയെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പാടില്ലേ? വീട്ടില് കാണിക്കുന്ന പോലെ ഇവിടെ വന്ന് കാണിക്കല്ലേ. ഒന്ന് സമാധാനായിട്ടിരിക്കേ. എന്താടി, ഇന്നലെ വരെ അടങ്ങി ഒതുങ്ങി ഇരുന്നവളാ നീ. ഇപ്പൊ ഇവളെ കണ്ട് നീയും ഈ അമ്മയോട് തറുതല പറയാൻ തുടങ്ങിയോ പൂർണി? അങ്ങനെയൊന്നും അല്ലമ്മേ. ഇങ്ങനെ ബഹളം ഉണ്ടാക്കി എങ്ങനെ ശരിയാവാ? എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നേ. നോക്കട്ടെ നോക്കട്ടെ. കല്യാണപ്രായമായ പെൺകുട്ടികളെ കല്യാണ മണ്ഡപത്തിലേക്ക് വരുമ്പോ 10 പേര് കണ്ടാലല്ലേ ഈ കാണുന്ന പെൺകുട്ടി ഏത് വീട്ടിലെയാന്ന് അന്വേഷിച്ച് ബന്ധം ആലോചിച്ച് വന്ന് നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയെ ഞങ്ങൾക്ക് മരുമകളായി തരൂ എന്ന് ചോദിച്ചോണ്ട് വരൂ. എന്റെ ദൈവമേ, എന്തൊക്കെ ഉണ്ടെങ്കിലും അവിടെ ചുറ്റി ഇവിടെ ചുറ്റി അവസാനം എന്റെ കല്യാണ കാര്യത്തിൽ തന്നെ എത്തിച്ചോളണം. ഒന്ന് ചുമ്മാതിരിക്കമ്മേ. ചുമ്മാതിരിക്കാൻ പറഞ്ഞ എങ്ങനെയാ കല്യാണം നടക്കുക? ആരെങ്കിലും ഒക്കെ കണ്ട് ഒരു കല്യാണം പെട്ടെന്ന് സെറ്റ് ആവണ്ടേ? കല്യാണമൊക്കെ പിന്നെ ആലോചിക്കാം. ആദ്യം ഫോൺ റിങ് ചെയ്യുന്ന ആരാ നോക്ക്. എടി, നിങ്ങളുടെ അച്ഛനാ ഫോൺ വിളിക്കുന്നേ. ഓ, അച്ഛനാണോ? ഹലോ ഏട്ടാ, വല്ലതും കഴിച്ചോ? ആ, ഇപ്പൊ കഴിച്ചുള്ളൂ. പാവം, ഞങ്ങള് 3 പേരും ഇങ്ങോട്ട് വന്നുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പോലും നിങ്ങൾക്ക് ആരും ഇല്ലല്ലേ? എല്ലാം തന്നെ ചെയ്ത് കഷ്ടപ്പെടുവാണല്ലേ? പിന്നെ 2 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന അത്ര വലിയ പണിയല്ലേ? എനിക്ക് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാ വലിയ വിഷമം. ഇവിടെ ഒരു കഷ്ടപ്പാടും ഇല്ല ഏട്ടാ.
എല്ലാ ജോലികളും നല്ല സന്തോഷത്തോടെ ഞങ്ങൾ ചെയ്യുന്നത്. അടുക്കളയിൽ ഓരോന്ന് ചെയ്യേണ്ടി വരുമ്പോ എന്ത് ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാവല്ലോ. ആ കഷ്ടപ്പാടൊക്കെ നിനക്ക് വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ. ഇനി ഒരു 2 ദിവസം ഞാൻ തന്നെ കഷ്ടപ്പെട്ട അതിനെന്താ കുഴപ്പമുള്ളത്? എന്താ ഉണ്ടാക്കിയത്? വേറെന്താ, ആണുങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയത് ഉപ്പുമാവ് തന്നെയല്ലേ. അതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കി. അതുമാത്രമല്ല, അമ്മയ്ക്ക് ഇപ്പൊ കഴിക്കാൻ എളുപ്പം അത് തന്നെയല്ലേ. പാവം, എപ്പോഴും ഇഡലി തന്നെയല്ലേ കഴിക്കുന്നേ. ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? അമ്മയ്ക്കിപ്പൊ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള പല്ലവി തന്നെയായിരുന്നു. വീട്ടിലേക്ക് വന്നപ്പോ സ്വസ്ഥവും സമാധാനമായി. കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു. അമ്മ ഫോൺ ഇങ്ങ് തന്നെ. ആ. അച്ഛാ, മോളെ. എന്താ അച്ഛാ, മുത്തശ്ശി അടങ്ങിയിരിക്കുകയാണോ അതെന്തേലും ചെയ്യാണോ? അല്ല മോളെ, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചിട്ട് അവിടെ പുറത്ത് തന്നെ ഇരിക്കണ്ട്. അങ്ങനെയാണോ? ഒരു തവണ മുത്തശ്ശിക്കൊന്ന് ഫോൺ കൊടുക്കോ അച്ഛാ. ശരി. അച്ഛാ അച്ഛാ അച്ഛാ, പറഞ്ഞ മോളെ. കോള് കട്ട് ചെയ്തോ? ഞാനിപ്പോ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോളില് മുത്തശ്ശിയെ കാണാലോ. ആ, ശരി. അമ്മേ, മുത്തശ്ശിയോട് വീഡിയോ കോളിൽ സംസാരിക്കാം. ആ, ശരി ശരി. മോളെ. അച്ഛാ. അച്ഛാ, എന്താ മോളെ, നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ എല്ലാരും ഭക്ഷണം കഴിച്ചു. ആദ്യം അമ്മയൊന്ന് കാണിക്ക്. ആ, അല്ലല്ലല്ല, നിന്റെ അമ്മയെ നന്നായിട്ട് തന്നെയായി നോക്കുന്നേ. ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ നന്നായിട്ട് നോക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിന് എന്നെക്കാളും മറ്റാരെക്കാളും നന്നായി നിങ്ങൾ എന്റെ അമ്മയെ നോക്കുന്ന എനിക്കറിയാം. ഇപ്പൊ എന്തായാലും നിങ്ങള് അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കുന്നേ. അമ്മേ, അമ്മേ, ദേ സെൽവിക്കും മക്കൾക്കൊക്കെ അമ്മയെ കാണണമെന്ന് പറയാ. ആണോ? എന്നാ താ ദാ നോക്ക്, ദേ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട്. നോക്കി സംസാരിച്ചോ. ഷെൽവി, പൂർണി, ഗീത, എന്തു പറയുന്നു നിങ്ങള്? സുഖായിരിക്കുന്നു എല്ലാരും? സുഖമായിട്ടിരിക്കുന്നു അമ്മേ. ഞങ്ങൾക്ക് എന്താ, അമ്മയ്ക്ക് സുഖാണോ? ഇപ്പൊ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യമായിട്ട് തന്നെ കഴിക്കുന്നുണ്ടല്ലോ അല്ലെ? മരുമോന്റെ അടുത്ത് മരുന്ന് കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ വാശി പിടിക്കാൻ നിൽക്കരുത്. ഞാൻ എന്ത് വാശി പിടിച്ചെന്നാടി? എന്റെ മോൻ തരുന്ന മരുന്നൊക്കെ കൃത്യമായി കഴിക്കുന്നുണ്ട്. സുഖായിട്ടിരിക്കുക. എന്നെ ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. പാവം, അവിടെ നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടാവുമല്ലേ? അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഇവിടെ നല്ല സന്തോഷത്തോടെ തന്നെയാ ഞങ്ങള് ജോലി ചെയ്യുന്നത്. വെറുതെ ഞങ്ങളെ പറ്റി ആലോചിച്ച് വിഷമിക്കാൻ നിക്കണ്ട. അമ്മ സമാധാനത്തോടെ ഇരിക്കെ. ഏയ് ശിവകാമി, എന്താ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? അതൊക്കെ നന്നായിട്ടുണ്ട്. ഈ വയസ്സാങ്കാലത്തും എനിക്ക് നല്ല ആരോഗ്യം മോളെ. നല്ല ആരോഗ്യമുള്ള ആളാ. അന്ന് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നത്. ഒന്ന് കിടന്നാലെന്താ? എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനേ എന്റെ മോനും മോളും പേരക്കുട്ടികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് എന്തിന്റെ ഒരു കുറവാ മോളെ. ഒരു മോനില്ലെന്നുള്ള വിഷമം പോലും ഇല്ല. എന്റെ മരുമോനുണ്ടല്ലോ, എന്നെ നല്ല പോലെ തന്നെ നോക്കുന്നുണ്ട്. അച്ഛനെ ഇങ്ങനെ സോപ്പിട്ടാ അച്ഛൻ മുത്തശ്ശിയുടെ നുണയൊക്കെ കേൾക്കുന്നേ. നീ എന്താടി പറയുന്നേ? ഞാൻ പറയുന്നതൊക്കെ നുണയാണെന്നോ? മുത്തശ്ശിക്ക് ഇത്ര പ്രായമായതല്ലേ? ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ എന്തിനാ വഴക്കിടുന്നേ? ഗീത വെറുതെ മുത്തശ്ശിയെ ഭ്രാന്ത് കയറ്റാൻ പറയുന്നല്ലേ? അത് മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ? ശരി ശരി, നിങ്ങളെല്ലാവരും സൂക്ഷിച്ചു നിക്കണേ. കല്യാണം കഴിഞ്ഞ് വേഗം തന്നെ വരുമല്ലോ അല്ലേ? ആ കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കും. അവിടെ പൂർണിക്ക് പറ്റി വല്ല ആലോചന ഉണ്ടോന്ന് നോക്ക്. മുത്തശ്ശി, ഇപ്പൊ എന്റെ കല്യാണ കാര്യത്തെ പറ്റി എന്തിനാ ആലോചിക്കുന്നേ? അവിടെ റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഏയ് മിണ്ടാതിരിക്കും. മുത്തശ്ശി എന്താന്ന് വെച്ചാ പറയട്ടെ. അമ്മേ, പൂർണിക്ക് ഇവിടെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആ വീട്ടുകാര് ഈ കല്യാണത്തിൽ കൂടുന്നുണ്ട്. അന്ന് വീട്ടിൽ വന്നില്ലേ മാളവിക, ആ കുട്ടിയെ ഈ ആലോചന കൊണ്ടുവന്നേ. ആ വീട്ടുകാർ ഈ കല്യാണത്തിന് വരുന്നുണ്ടത്രേ. ഇവിടെ വെച്ച് നമ്മുടെ പൂർണിയെ കാണും അവര്. ഓ അതെയോ, നന്നായി മോളെ. ശുഭം, എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. എന്റെ ഭഗവാനെ, ഈ ആലോചനയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണേ. മോനെ, നീ ഇത് കേട്ടോ? പൂർണിയെ കാണാൻ അവിടെ ഒരു ചെക്കൻ വരുന്നുണ്ടെന്ന്. എവിടെന്ന് ഫോണങ്ങ് തന്നേ. സെൽവി, എന്താ പറഞ്ഞേ? ആരാ അവരൊക്കെ? അതല്ലേ പറഞ്ഞേ, അവരിപ്പൊ വരും. അത് ശരി, നീ കണ്ടായിരുന്നോ? ആരെന്താന്നൊക്കെ അറിയോ? അവരിതുവരെ വന്നിട്ടില്ല, വന്നോണ്ടിരിക്കുക. സംസാരിച്ച ഉടനെ നിങ്ങളെ വിളിക്കാം. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഞങ്ങള് മാത്രമുള്ളപ്പോ പെണ്ണ് കാണുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാ. സെൽവി, നിന്നേക്കാൾ നന്നായിട്ട് നമ്മുടെ മക്കൾക്ക് നല്ലത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാ? പിന്നെ ഒരു പ്രശ്നം,
കല്യാണത്തിന്റെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്ന ആലോചിച്ചിട്ടാ. അവരിപ്പോ സ്ത്രീധനമൊക്കെ എത്ര ചോദിക്കും എന്തോ. എല്ലാം വ്യക്തമായിട്ട് തന്നെ സംസാരിക്കണം. ആദ്യം ആ പയ്യനെ നമുക്ക് ഇഷ്ടപ്പെടട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ. ഇപ്പൊ പെണ്ണ് കാണൽ നടന്നാലും കല്യാണത്തിന് കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, അതിനുള്ളിൽ എന്തേലും വഴിയുണ്ടാവും. ശരി സെൽവി, ആദ്യം നിങ്ങൾ സംസാരിക്കുക. കടം മേടിച്ചിട്ടാണെങ്കിലും മോളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തി. എനിക്കിപ്പോ ഉടനെ കല്യാണ ആലോചന ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ വെറുതെ ഭ്രാന്തി കയറ്റാൻ വേണ്ടി ഇവിടെയും കല്യാണ ആലോചന എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുക. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ, അവക്കെന്താ വിഷമായെന്ന് തോന്നുന്നു. നീ അവളോടൊന്ന് സംസാരിക്കുക. ശരി ഏട്ടാ, ഞാൻ എന്നാ പിന്നെ വിളിക്കാം. ശരി, സൂക്ഷിച്ചിരിക്കുക. നിങ്ങളും സമാധാനമായിട്ടിരിക്കെ. മോളെ പൂർണി, ഇന്നലെ രാത്രി കൂടി നിന്നോട് പറഞ്ഞതല്ലേ, അത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടും ഇപ്പൊ അച്ഛൻ വിളിച്ചപ്പോ നീ പഴയ പോലെ ആയോ? വാ നടക്ക്, ഇനി ഒരുപാട് ജോലിയുണ്ട്. എടി ഗീതെ, നീയും വാ, പോയി ആദ്യം ഈ വേഷം മാറ്റിയിട്ട് വാ. ഞാൻ മാറ്റിക്കോളാം അമ്മേ. ഇങ്ങോട്ട് വന്നേ. മോളെ, ആ അമ്മ നിങ്ങള് പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. എന്താ തിരുമേനി വിളിച്ചേ? പൂജയ്ക്ക് വേണ്ട മഞ്ഞള് കാണുന്നില്ല, കുട്ടിയൊന്ന് പോയി നോക്കൂ. ശരി ശരി, ഞാൻ അമ്മേനോട് പറയാം. ശരി മോളെ. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാ നിങ്ങളുടെ മാല. ഓ, രാത്രി മിസ്സായ ചെയിന് ഇവളുടെ അടുത്തുണ്ടായിരുന്നല്ലേ. ഇതൊന്ന് വാങ്ങിക്ക്. എന്താ ഇത്? ഓ, എനിക്ക് ഗിഫ്റ്റ് ആണോ? അപ്പോഴേക്കും ഇതിനൊക്കെ എന്തിനത്ര ധൃതി? ഗിഫ്റ്റ് ഒന്നും ആവശ്യമില്ല. ഗിഫ്റ്റ് ഒന്നുമല്ല, ഇത് നിങ്ങളുടെ ചെയിനാ. എന്റെ ചെയിനോ? ചേച്ചേ, ഇതെങ്ങനെ എന്റെ ചെയിനാവുന്നേ? ഇത് നിങ്ങളുടെയാണ്, വാങ്ങിക്കോ. അത് ശരി, എന്തിനാ നിർബന്ധിച്ചു തരുന്നേ? എന്നെ കാണുമ്പോ ഒരു അത്യാഗ്രഹിയെ പോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ഓ, എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാണോ? വേറൊരാളുടെ സാധനം തന്ന് ഞാനത് വാങ്ങോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാണോ? ടെസ്റ്റും അല്ല, ഒന്നുമല്ല, ഇത് നിങ്ങളുടെ ചെയിനാ, ഒന്ന് വാങ്ങിക്ക്. അതുകൊള്ളാം. എന്റേതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്തിനാ എന്നെ നിർബന്ധിക്കുന്നേ എന്റെ ആണെന്ന് പറഞ്ഞിട്ട്? സത്യമായിട്ടും ഇതെന്റെ അല്ല. ഇത് നിങ്ങളുടെയാ, വേണമെങ്കിൽ നിങ്ങൾ തന്നെ നോക്ക്. ഈ മാലയിൽ ജീൻ എഴുതിയിട്ടുണ്ടല്ലോ. ജീന്ന് പറഞ്ഞ ഗോവിന്ദൻ അല്ലേ? ഓ ഗോഡ്, എന്താ ഇത്? ജി എന്ന് വെച്ചാ ഗോവിന്ദന്നാണോ? ജി ഫോർ ഗോപാൽ, ജി ഫോർ ഗോഡ്, ഇങ്ങനെ ഒരുപാട് പേരില്ലേ? അത് വേറെ ആരുടെയാ, എന്റെ അല്ല. ഇത് നിങ്ങളുടെ തന്നെ, ഒന്ന് വാങ്ങിക്ക്. അത് ശരി, എന്റെ അല്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ എന്റെ ആണെന്നാണ് പറയുന്നത്? ശരി ശരി, ചെയിന്റെ കാര്യം കാണാൻ നിൽക്കട്ടെ, വേറെ കാര്യം സംസാരിച്ചാലോ? ഇങ്ങോട്ട് നോക്ക്, എനിക്ക് വേറൊന്നും നിന്നോട് സംസാരിക്കാനില്ല. ഈ ചെയിൻ ഒന്ന് വാങ്ങാൻ നോക്ക്. എന്ത് കഷ്ടമായത്? ചെയിന് പറഞ്ഞോണ്ടിരിക്കല്ലേ. എന്റേതല്ലാത്തത് ഞാൻ എങ്ങനെ വാങ്ങിക്കും? അതെന്റെ അല്ല. അങ്ങനെയാണോ? അപ്പൊ ഇത് വേറെ ആരുടെങ്കിലും ആയിരിക്കും. ഞാൻ കൊടുക്കട്ടെ? ആ, കൊടുത്തേക്ക്. ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും. അതുകൊള്ളാലോ, കൊടുക്കാനല്ലേ പറഞ്ഞേ. ഹലോ ചേച്ചി, ഈ മാല നിങ്ങളുടെ ആണെന്ന് നോക്കി. മാലയോ? എന്റെ മാല കാണാനില്ലെന്ന് പറയായിരുന്നു ഞാൻ. എവിടെ നോക്കട്ടെ. നിങ്ങളുടെ മാല കാണാൻ എങ്ങനെയാ? മാല എങ്ങനെ ഇരിക്കാനാ? മാലയെ പോലെ തന്നെ ഇരിക്കുന്നു. മാല എങ്ങനെയാണെങ്കിലും അതിന് തീർച്ചയായും ഒരു ഡിസൈൻ ഉണ്ടാവില്ലേ? അതെന്താന്ന് പറ. സ്വർണത്തിന്റെ മാല തന്നെയായിരുന്നു. ആഹാ, ഞാൻ വെള്ളി മാലയാന്നാ വിചാരിച്ചത്. എവിടെ ആ മാല ഒന്ന് കാണിച്ച്. അത് എന്റെയാണോ അല്ലേന്ന് ഞാനിപ്പോ പറയാം. ആദ്യം നിങ്ങളുടെ മാല ഏത് ഡിസൈനാന്ന് പറ. മാലയുണ്ടെന്ന് കേട്ടപ്പോ അപ്പൊ തന്നെ വന്നോളാം. ഒന്ന് പോവാൻ നോക്ക്. എന്താ മാഡം, കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കാഞ്ഞേ? ഇങ്ങോട്ട് നോക്ക്, ഇത് നിങ്ങളുടെ, ഒന്ന് വാങ്ങിക്ക്. ഇത് എന്റേതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ വെറുതെ കളിക്കാൻ നിൽക്കാതെ വാങ്ങാൻ നോക്ക്. അത് ശരി, എന്റേതല്ലാത്ത ചെയിന് ഞാനെങ്ങനെയാ വാങ്ങിക്കുക?
വാങ്ങിക്കോ വാങ്ങിക്കോ എന്ന് വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാ? എന്നോടൊരു കാര്യം പറയോ? ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നില്ല. ആദ്യം ഈ ചെയിൻ വാങ്ങിക്കാൻ നോക്ക്. ഞാൻ വാങ്ങിക്കില്ല. വേണ്ടെങ്കിൽ ഇവിടുന്ന് പോ. ഏയ് ഹലോ ഹലോ ഹലോ, ഇങ്ങോട്ട് നോക്ക്. 2 ദിവസം സമയം തരും. അതിനുള്ളില് പലിശ കൊണ്ട് അടച്ചേക്കണം. അങ്ങനെ ആയിക്കോട്ടെ. ആ അയ്യോ അമ്മ, എന്റെ അമ്മ. ഏയ് ഹായ്,